My dear students, and we are going to the next session of business management. നമ്മൾ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ അവസാന ചാപ്റ്ററിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതിലെ ഒരുപാട് കോൺസെപ്റ്റുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൻ്റെ ചാപ്റ്ററിൻ്റെ പേര് എമർജിങ് കോൺസെപ്റ്റ്സുകൾ എന്നാണ്. എമർജിങ് അതായത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺസെപ്റ്റുകൾ എന്നൊക്കെയാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് പഠിക്കാനുള്ള അടുത്ത കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇഷിക്കാവ ഡയഗ്രാം എന്താണെന്ന് നമ്മൾ കണ്ടു. എന്താണ് അതിൻ്റെ പർപ്പസ്, എന്തൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇഷിക്കാവ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്, ക്വാളിറ്റി സർക്കിളുകളുടെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു. വിശദമായിട്ട് ഇഷിക്കാവ ഡയഗ്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലേ. എന്തുതന്നെയായാലും നമുക്ക് അടുത്തതായി ഒരു പ്രധാനപ്പെട്ട അതേസമയം നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ടേമാണ് പറയാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ടേം ഈസ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ട് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. എന്താണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്? ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നുള്ളത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. ലോജിസ്റ്റിക്സ് പലപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു വാക്കാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ലോജിസ്റ്റിക്സ് മീൻസ് സ്മൂത്ത് ആൻഡ് ഫ്ലെക്സിബിൾ ഫ്ലോ ഓഫ് or a physical flow of goods and services from one place to another. That is logistics. And what is the importance of logistics in a business organization? Why this ഈ ഒരു emerging concept നമ്മളിവിടെ പഠിക്കാൻ കാരണം എന്താണ്? Because logistics is that much important to an organization. Only if the goods, materials and services are flown in a smooth and effective way, then only the customers, then only the production, then only the all other functions in an organization will be a success. So that's the importance of logistics. And so that we are studying about how to manage this logistics. എങ്ങനെയാണ് ലോജിസ്റ്റിക്സിനെ മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ ഒരു ഫ്ലോ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക. മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്ലാൻ ആൻഡ് വി ഹാവ് ടു ഡിസൈഡ് so many factors and so many activities related to this logistics management should also be communicated and should also be implemented in the organization very well. Then only this logistic management will be possible inside the organization. ഓക്കെ, ഇപ്പോൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ല. ഈ ഒരു ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത് മിലിറ്ററി ഫീൽഡുകളിലാണ്. മിലിറ്ററി ഫീൽഡുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രത്യേകിച്ച് ഒരു ബാറ്റിൽ ഫീൽഡിലായിരിക്കുന്ന സമയത്ത് അവിടെ വേണ്ടത്ര ചിലപ്പോൾ കാട് പോലുള്ള പ്രദേശങ്ങളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത കാലാവസ്ഥയും അനുയോജ്യമല്ലാത്ത ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ യുദ്ധങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ആ യുദ്ധമുഖത്തായിരിക്കുന്ന മിലിറ്റൻസിന് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട വെള്ളം, അവർക്ക് വേണ്ട യുദ്ധോപകരണങ്ങൾ, അതൊക്കെ കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ തുടങ്ങി വെച്ച, അല്ലെങ്കിൽ അവിടെയായിരുന്നു ആ ഒരു മിലിറ്ററി ഫീൽഡിലായിരുന്നു ഏറ്റവും ആദ്യത്തെ ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ തന്നെ ഉത്ഭവം എന്ന് പറയപ്പെടുന്നത് അല്ലേ. യുദ്ധോപകരണങ്ങളൊക്കെ കൃത്യസമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അത് സപ്ലൈ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ യുദ്ധം തോറ്റുപോകും. ഇറ്റ്സ് എ സ്ട്രാറ്റജിക് അപ്രോച്ച് അല്ല. ഒരു രാജ്യം അത് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് നമുക്കറിയാം കാര്യം. യുദ്ധത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല എങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് ചിലപ്പോൾ ഇതൊക്കെ ആവശ്യമായിട്ട് വന്നു എന്ന് വരാം. സോ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ
അതാണ് പറഞ്ഞത്, ആ ഒരു മിലിറ്ററി ഫീൽഡിലാണ് ലോജിസ്റ്റിക്സിൻ്റെ ആദ്യത്തെ ഉത്ഭവം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ടൈംലി മൂവ്മെൻറ്റ് ഓഫ് ട്രൂപ്പുകൾ അല്ലെ, ഓരോരോ ട്രൂപ്പുകളായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, യുദ്ധമുഖത്തേക്ക് പോകുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ച് പോവല്ല ചെയ്യുക, ഓരോരോ ഗ്രൂപ്പുകളെ അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ആ ഗ്രൂപ്പ് പിന്മാറുമ്പോഴാണ് അടുത്ത ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അതുപോലെ തന്നെ ആംസ്, ഫുഡ് ആൻഡ് അതർ സപ്ലൈസ്, ആംസ് ആൻഡ് വെപ്പൺസ് അല്ലേ, അതുപോലെ തന്നെ ഫുഡ്, അതർ സപ്ലൈസ്, അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ, അവർക്ക് വേണ്ട, നമുക്കറിയാം പല പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ധരിക്കുന്നത്. വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ടൈംലി മൂവ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. മൂവ്മെൻറ്റ് വല്ലപ്പോഴും നടന്നാൽ പോരെ, യുദ്ധം കഴിഞ്ഞിട്ട് യുദ്ധോപകരണങ്ങൾ സപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല അല്ലേ. യുദ്ധത്തിന് ആ ഒരു ടൈമിലായിരിക്കണം അതെന്ത് ചെയ്യപ്പെടേണ്ടത്, സപ്ലൈ ചെയ്യപ്പെടേണ്ടത്. സോ തീർച്ചയായിട്ടും ആ ഒരു ടൈംലി മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെയധികം പ്രധാനം. അത് ബാറ്റിൽ ഫീൽഡിലായാലും ഒരു ബിസിനസ് ഓർഗനൈസേഷനിലായാലും അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. മെറ്റീരിയൽസ് ആണെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഹാസ് ടു കളക്ട് ദ റോ മെറ്റീരിയൽസ് ഫ്രം ഡിഫറെൻറ്റ് സപ്ലയേഴ്സ്. ആൻഡ് സപ്ലയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റെഗുലർ സപ്ലൈ അതായത് ടൈംലി സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് ഉറപ്പ് വരുത്തുന്ന അല്ലെങ്കിൽ ഉറപ്പുള്ള സപ്ലയേഴ്സിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതോടൊപ്പം തന്നെ ഇൻസൈഡ് ദി ഓർഗനൈസേഷൻ or inside the plant, inside the factory, the material should be moved from one machine to another machine in a clear cut manner അല്ലേ. നമുക്കറിയാം ഇപ്പോൾ പ്ലാൻ ലേഔട്ടുകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പ്ലാൻ ലേഔട്ട്സ്. ആൻഡ് ദർ ആർ പ്ലാൻ ലേഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അറേഞ്ച്മെൻറ്റ് ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഇൻസൈഡ് ദി പ്ലാന്റ് or inside a factory is known as plan layout. And there are different types of plan layout also, like there is continuous layout. കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേഔട്ട് ഉണ്ട്. അതായത് ഒരു മെഷീനറി, ഇവിടെ നമ്മളിപ്പോൾ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി, ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്നൊക്കെ സമയത്ത് നിങ്ങൾ അങ്ങനെയുള്ള ഫാക്ടറീസൊക്കെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരിക്കാം. ദെൻ അവിടെ കണ്ടിന്യൂസ് പ്ലാൻ ലേഔട്ട് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഈ ബ്രെഡ് ഉണ്ടാക്കുന്ന ഫാക്ടറികളൊക്കെയാണ് ഒരു മെഷീനറിയിൽ നിന്ന് അടുത്ത മെഷീനറിയിലേക്ക് കറക്റ്റായിട്ട് അതിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. നല്ല കാണാനും നല്ല അട്രാക്റ്റീവാണ്, നല്ല രസമാണ് അങ്ങനെ ഇത് നമുക്ക് കാണുമ്പോൾ അല്ലേ. ആ അടുത്ത മെഷീനറിയിൽ നിന്ന് അടുത്ത മെഷീനറിയിലേക്ക് അവസാനം അത് പാക്കിംഗ് മെഷീനറിയിലായിരിക്കും അത് അവസാനം ഫീഡ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും. സോ there is a correct way and a smooth way of feeding materials into the machinery അല്ലേ. അത് നല്ല രസമാണ് അത് കാണാൻ. അവിടെ എവിടെയെങ്കിലും ഒരു കുഴപ്പം വന്ന് നോക്കിയേ, ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോവിൽ ചെറിയൊരു ഇപ്പം ഏതെങ്കിലും ഒരു മെഷീനറി ഒന്ന് ചെറിയതായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ആയി നോക്കിയേ, അതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു ഫ്ലോ തന്നെ എന്ത് ചെയ്യപ്പെടും, നഷ്ടപ്പെടും അല്ല. അപ്പം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് വേണം, കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ആ മെഷീനറിയൊക്കെ എന്ത് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കേണ്ടത്, കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടും കൂടി അത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്മൂത്ത് ഫ്ലോ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കി അല്ലേ, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കി നമ്മളത് ഗോഡൗണിൽ കുറച്ചൊക്കെ സൂക്ഷിച്ചു വെച്ചു. ബാക്കിയുള്ള മെറ്റീരിയൽസ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ്, ഇറ്റ് ഷുഡ് ബി ടൈംലി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി കൺസ്യൂമർ വിതൗട്ട് എനി ഹിൻഡ്രൻസ്. Then it will give some value to the consumers. It should be supplied when it is demanded by the consumers. Consumers അത് ഡിമാൻഡ് ചെയ്യുമ്പോൾ അത് കിട്ടിയിട്ട് കുറേ ഡിമാൻഡൊക്കെ കഴിഞ്ഞിട്ട് അത് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഫിസിക്കൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത്, നടത്തുന്നത്. ബിസിനസ് ഓർഗനൈസേഷനിൽ ഇതില്ലാതെ പറ്റില്ല. നമുക്ക് ഈ ഫിസിക്കൽ മൂവ്മെൻ്റ് ഇല്ലാതെ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്കറിയാം റോ മെറ്റീരിയൽസ് ഇല്ലാതെ, പ്രത്യേകിച്ച് ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആണെങ്കിൽ റോ മെറ്റീരിയൽസ് ഇല്ലാതെ അതിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല.
മാനുഫാക്ചറിങ്ങിന് മെറ്റീരിയൽസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വേണം. മെഷീനറി വേണം. മെഷീനറി സപ്ലയേഴ്സിൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കേണ്ടേ വേണം അല്ലേ? അപ്പോൾ ആ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത്, മൂവ്മെൻ്റാണ് ഈ ലോജിസ്റ്റിക്സിൻ്റെ കാതലായിട്ടുള്ള ഭാഗം, എസെൻഷ്യൽ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, മൂവ്മെൻറ്റ് ഓഫ് സർവീസസ്, എവറിത്തിങ് they are included in logistics. ഓക്കെ, അപ്പോൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും സപ്ലയേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളവും എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് അതർ റിസോഴ്സസ് എല്ലാം നമുക്ക് പോസിബിൾ ആവുന്നത് എപ്പോൾ മാത്രമാണ്? ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് നടക്കുമ്പോൾ മാത്രമാണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് സോ മെനി സർവീസസ് ലൈക്ക് ട്രാൻസ്പോർട്ടേഷൻ. Transportation is the most important thing. Likewise, insurance facilities, likewise go-down facilities. All these are part of logistics management. Okay, and we can see one of the definitions of market logistics or logistics management. Logisticsന്റെ ഒരു definition നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, and we can see the definition given by Philip Kotler. And do you heard the name of Philip Kotler? Philip Kotler is a famous market analyst, and he has written so many books on marketing management. Marketing managementil ഒരുപാട് ബുക്സ് എഴുതിയിട്ടുള്ള ഏറ്റവും റിനൗൺഡ് ആയിട്ടുള്ളൊരു അനലിസ്റ്റാണ് ആരെന്ന് പറയുന്നത്, ഫിലിപ്പ് കോട്ട്ലർ എന്ന് പറയുന്നത്. ആൻഡ് മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഓഥറാണ് ആര്, ഫിലിപ്പ് കോട്ട്ലർ. അറിയാമായിരിക്കാം, ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കാം. ദെൻ ഫിലിപ്പ് കോട്ട്ലറിൻ്റെ, അപ്പോൾ എന്തായിരിക്കും ഈ ഫിലിപ്പ് കോട്ട്ലറിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ വരാനായിട്ട് കാരണം? ബിക്കോസ് ദിസ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് is an inevitable part of marketing. നമ്മൾ ബിസിനസ് മാനേജ്മെൻറ്റിൽ പഠിക്കുന്നുണ്ട്, അതേസമയം മാർക്കറ്റിങ്ങിൻ്റെയും കൂടി പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫിലിപ്പ് കോട്ട്ലറിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കാണുന്നത്. ആൻഡ് മാർക്കറ്റ് ലോജിസ്റ്റിക്സ് ഇൻവോൾവ്സ്, ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. മാർക്കറ്റ് ലോജിസ്റ്റിക്സ് ഇൻവോൾവ്സ് പ്ലാനിങ്, ഇംപ്ലിമെൻറ്റിംഗ് and controlling the physical flows of materials and final goods from the points of origin to the points of use to meet customer requirements at a profit. A simple but at the same time a meaningful definition given by Philip Kotler for logistics management or market logistics. ആൻഡ് എന്താണ് ആ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്? മാർക്കറ്റ് ലോജിസ്റ്റിക്സ് ഇൻവോൾവ്സ് പ്ലാനിങ്, implementing and controlling. We should plan about logistics and we should plan about the physical flow of goods and services in our organization and from our organization towards another organization and from the suppliers to our organization, and all this should be planned very well. Which type of transportation mode should be used, and which type of insurance we should take, and all these matters should be clearly planned and it should be implemented. Implement cheyanam, and we should also monitor it and we should control them. Okay, controlling the physical flows of materials in the flow and final goods from the points of origin. What do you mean by point of origin? Materials ആണെങ്കിൽ, raw materials ആണെങ്കിൽ point of origin എന്ന് പറയുന്നത് ആരാണ്? സപ്ലയേഴ്സ് അല്ലേ? സപ്ലയറുടെ അടുത്തായിരിക്കും റോ മെറ്റീരിയൽ. ആ റോ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വാങ്ങിക്കുന്നു. അതേസമയം നമ്മളുണ്ടാക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിലോ, എവിടെയാണ് പോയിന്റ് ഓഫ് ഒറിജിൻ? നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ അല്ലേ? ഓർഗനൈസേഷനിൽ നിന്ന് അത് എവിടേക്ക് പോകണം? പുറമേക്ക് അത് എന്ത് ചെയ്യണം? പോകണം. സോ ഫ്രം ദ പോയിന്റ് ഓഫ് ഒറിജിൻ ടു ദ പോയിന്റ് ഓഫ് യൂസ്, പോയിന്റ് ഓഫ് ഒറിജിനിൽ നിന്നും പോയിന്റ് ഓഫ് യൂസിലേക്കുള്ള ഒരു ഫിസിക്കൽ
ഫ്ലോ ടു മീറ്റ്. എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യണത്, എന്താ ഉദ്ദേശം? വെറുതെ ഇങ്ങനെ ഒരു രസത്തിന് ഇങ്ങനെ ഫ്ലോ, ഫിസിക്കൽ ഫ്ലോ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്നതാണോ? തീർച്ചയായിട്ടും അല്ല. ദർ ഇസ് എ ഡെഫിനറ്റ് പർപ്പസ് ഫോർ this planning, implementing and monitoring, controlling of this physical flow, that is customer satisfaction, to make a profit, to ensure customers satisfaction at a profitoട് കൂടിയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരുന്നു. വെറുതെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ട് ബിസിനസ്സിന് എന്ത് ഗുണം? ബിസിനസ്സിനെ സംബന്ധിച്ച് ഗുണം ഉണ്ടാകുന്നത് എപ്പോഴാണ്? പ്രോഫിറ്റ് കിട്ടുമ്പോൾ. അറ്റ് ദി സെയിം ടൈം വി ഷുഡ് എൻഷുവർ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ഓൾസോ. Okay, so that is market logistics. Logistics clearly related to market, and market logistics ne Philip Kotler define ചെയ്തിരിക്കുന്നതാണ് അത്. And we can see one more definition for market logistics or logistics, that is Council of Logistics Management defines logistics as the process of planning, implementing and controlling the efficient, effective flow of goods, services and related information from the point of origin to the point of consumption for the purpose of conforming to consumer requirements. അതന്നെയല്ലേ പറയുന്നത്? അതിൽ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? പോയിന്റ് ഓഫ് ഒറിജിനിൽ നിന്നും പോയിന്റ് ഓഫ് യൂസിലേക്ക്. യൂസിന് പകരം അവിടെ കൺസംഷൻ എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. രണ്ടും തന്നെയല്ലേ ആണ്. ഇനി ഫ്ലോ ഓഫ് ഫിസിക്കൽ ഫ്ലോ ഓഫ് എന്തൊക്കെയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഗുഡ്സ്, സർവീസസ്, അതോടൊപ്പം തന്നെ റിലേറ്റഡ് ഇൻഫർമേഷൻ. ആൻഡ് വാട്ട് മീൻ ബൈ റിലേറ്റഡ് ഇൻഫർമേഷൻ? when we are going to produce another item, and when we are going to launch a new product, should be informed to the consumer. കൺസ്യൂമറിലേക്ക് അത് എന്ത് ചെയ്തിരിക്കണം? ഇൻഫോം ചെയ്തിരിക്കണം. ആൻഡ് goods, services and related informations. Related informations are very important. This also has to be conferred to the consumers. Okay, so that's another definition. Council of Logistics Management gives us such a definition. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി, ബിക്കോസ് രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. ഓക്കെ, സോ we can study any one of the definition, ഒരെണ്ണം പഠിച്ചാൽ മതി, but it should be clearly studied. Then we can see the features of logistics management. Very important. This logistics management is an important topic. So you have to study it well. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വരുന്ന ഒരു റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നല്ല രീതിയിൽ അത് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ സീ ദ ഫീച്ചേഴ്സ് ഓഫ് logistics management, and the first feature is that it is a process of planning, implementing and controlling the flow of goods and services. അത് നമ്മൾ കണ്ടതാണ് അല്ലേ? ഗുഡ്സ് ആൻഡ് സർവീസുകളുടെ ഫ്ലോവിനെ പ്ലാൻ ചെയ്യുക, എങ്ങനെയാണത് നടക്കേണ്ടത് അല്ലേ? ആ ഒരു ഫിസിക്കൽ ഫ്ലോ അത് ഏതെങ്കിലും രീതിയിൽ അത് ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് ഫ്ലോ ചെയ്തോട്ടെ എന്നുള്ളതല്ല നമ്മൾ വിചാരിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? അത് ആ ഫിസിക്കൽ ഫ്ലോ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിരിക്കണം? പ്ലാൻ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. സോ പ്ലാൻ ചെയ്യുക മാത്രമല്ല, അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ഓൾസോ ബി മോണിറ്റേർഡ്. അതിനെ മോണിറ്റർ ചെയ്യാനും നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ അത് സക്സസ്ഫുള്ളായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ സീ ദ സെക്കൻഡ് ഫീച്ചർ, that it is it involves the flow of raw materials, work in progress and finished goods. It involves this logistics management involves the flow of raw materials or flow of മെറ്റീരിയൽസിൻ്റെയും അതോടൊപ്പം തന്നെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെയും. എന്താണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? പാതി വർക്ക് കഴിഞ്ഞ, പാതി പ്രോസസ്സ് കഴിഞ്ഞ ആ ഒരു മെറ്റീരിയൽസിന് അല്ലെങ്കിൽ ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലേ? അതും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്?
ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് പരിധിയിൽ പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഇൻവോൾവ്സ് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോവിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. The information should also be included as a part of logistics management. Information should be passed from one person to another person or from one source to another source without any delay and without any interruptions. So then only we can say that there is an effective system of logistics informations, related informations, സപ്ലൈയോട് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഫ്ലോവിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഫ്ലോവിനോട്. അതിന് നേരത്തെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് അല്ലേ. ഇപ്പോൾ ഇഫ് യു ആർ ഗോയിങ് ടു ലോഞ്ച് എ ന്യൂ പ്രോഡക്റ്റ്, പുതിയ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു ആൻഡ് നമ്മൾ അത് മാർക്കറ്റിലേക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു, മാർക്കറ്റിലേക്ക് അത് ഫ്ലോ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. ദെൻ എന്താ ചെയ്യുക, വെറുതെ നമ്മളത് ഫ്ലോ ചെയ്യിപ്പിച്ചാൽ പോരെ, അതിനെന്ത് ചെയ്യണം, ത്രൂ അഡ്വർടൈസ്മെൻറ്റ് and so through various other measures we should inform that matter to the consumers. കൺസ്യൂമേഴ്സിന് ആ മാറ്റർ നമ്മൾ എന്ത് ചെയ്യണം, അറിയിക്കണം. അറിയിക്കാതെ നമ്മൾ വെറുതെ മാർക്കറ്റിൽ അത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരും അത് എന്ത് ചെയ്യില്ല, വാങ്ങിക്കില്ല. സോ ഇറ്റ്സ് an important thing, it's an important matter, so it should be taken care of. And the next one, it manages the movement of products from the point of origin to the point of consumption. പോയിന്റ് ഓഫ് ഒറിജിനിൽ നിന്നും പോയിന്റ് ഓഫ് കൺസംഷനിലേക്കുള്ള ആ ഒരു ഫ്ലോ, അതാണ് ഈ ലോജിസ്റ്റിക്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത് അല്ലേ. അതായത് പോയിന്റ് ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലയർ, പോയിന്റ് ഓഫ് കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ. ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം സംടൈംസ് ഇറ്റ് മേ ബി ദ സപ്ലയർ ഓർ സംടൈംസ് ഇറ്റ് മേ ബി ദ കൺസ്യൂമർ. ഒരു ബിസിനസ് ഓർഗനൈസേഷനെ തന്നെ കണക്കിലെടുക്കുന്ന സമയത്ത് ഒരേ സമയം അത് കൺസ്യൂമറാണ്, ഒരേ സമയം അത് എന്താ പറയുക സപ്ലയറുമാണ്. ഇപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കേസിൽ ദ ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഇപ്പോൾ എസ്പെഷ്യലി മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് സപ്ലയറാണ്. അതേസമയം ഒരു റോ മെറ്റീരിയൽ വാങ്ങിക്കുന്ന കേസിൽ ബിസിനസ് ഓർഗനൈസേഷൻ എന്തായിരിക്കും, മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ വിൽ ബി എ കൺസ്യൂമർ അല്ലേ. അപ്പോൾ രണ്ട് രീതിയിലും ഒരേ ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, പ്രവർത്തിക്കേണ്ടി വരുന്നുണ്ട്, ആസ് എ കൺസ്യൂമർ ആൻഡ് ആസ് എ സപ്ലയർ. ഹൗ ദേ ക്യാൻ ആക്ട് ആൻഡ് ഹൗ ദേ ക്യാൻ എഫക്റ്റീവ്ലി ഡു ഓൾ ദീസ് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മെയിൻ ആക്ടിവിറ്റീസ് ഓഫ് ലോജിസ്റ്റിക്സ് ആർ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്, ലോജിസ്റ്റിക്സിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാന ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. സ്റ്റോറേജും ഇപ്പോൾ റോ മെറ്റീരിയൽസ് കൊണ്ടുവന്നു, എവിടെ സൂക്ഷിക്കും, എവിടെ സൂക്ഷിച്ചാലായിരിക്കും റോ മെറ്റീരിയൽസിൻ്റെ അതേ എന്താ പറയുക ക്വാളിറ്റിയോട് കൂടിയിട്ട് നമുക്കതിനെ നിലനിർത്താനായിട്ട് സാധിക്കുക, എത്ര കാലം നമുക്കത് സൂക്ഷിച്ച് വെക്കാം, എത്ര എമൗണ്ട് ഓഫ് റോ മെറ്റീരിയൽസ് നമുക്ക് സൂക്ഷിച്ച് വെക്കാം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം അല്ല. ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി ഇനി എവിടെ സൂക്ഷിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഓൺഡ് ആയിട്ടുള്ള ഗോഡൗൺസിലാണോ അത് സൂക്ഷിച്ച് വെക്കേണ്ടത്, അതോ നമ്മളത് അതിന് വേണ്ടിയിട്ട് റെൻറ്റിന് എടുക്കണോ അല്ലേ, അത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. സോ അതും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്ലാൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറേജും ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ ബൾക്കായിട്ട് കൊണ്ടുവരുന്ന ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെറ്റീരിയൽസ് തന്നെ വളരെ ബൾക്കായിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, അതും ഫാർ അവേ പ്ലേസിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ ഏത് മോഡാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? ഐദർ വി ക്യാൻ ഡിപ്പെൻഡ് ഓൺ എയർവേസ് ഓർ വി ക്യാൻ ഡിപ്പെൻഡ് ഓൺ വാട്ടർവേസ് അല്ലേ. ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്പെൻഡ് ചെയ്യാം. റെയിൽവേസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. സോ അതിൻ്റെ നമ്മുടെ ക്യാരക്ടറിനനുസരിച്ച്, നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ക്യാരക്ടറിനനുസരിച്ച്, നമ്മുടെ റോ മെറ്റീരിയൽസിൻ്റെ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽസിനെ ക്യാരക്ടർ അനുസരിച്ച്, ഗുഡ്സിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് വി ഷുഡ് ഡിസൈഡ് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അത് ഡിസൈഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചിരിക്കണം. സോ
ഈ സ്റ്റോറേജും ട്രാൻസ്പോർട്ടേഷനുമാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് സേവനങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് ആക്ടിവിറ്റീസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ടു ആസ്പെക്ട്സ് ഓഫ് ലോജിസ്റ്റിക്സ് ആർ ദർ and they can be called as inbound logistics and outbound logistics. Inbound and outbound. And what do you mean by inbound and outbound? ചെറിയൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഇൻബൗണ്ട് നമ്മൾ സാധാരണ അക്കൗണ്ടിങ് ഒക്കെ നിങ്ങൾ +2 അക്കൗണ്ടിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പഠിക്കുന്ന സമയത്ത് അവിടെ രണ്ട് ക്യാരേജ് ഇൻവേർഡ് ആൻഡ് ക്യാരേജ് ഔട്ട്വേർഡ് രണ്ട് ടേംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. എന്താണ് ക്യാരേജ് ഇൻവേർഡ്? നമ്മൾ ഓർഗനൈസേഷനിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ക്യാരേജ് കോസ്റ്റ് എത്ര കൊടുത്തു അതാണ്. അതായത് പ്രത്യേകിച്ച് റോ മെറ്റീരിയൽസ് കൊണ്ടുവരുമ്പോൾ അല്ലേ, അതാണ് ക്യാരേജ് ഇൻവേർഡ്. ഔട്ട്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓർഗനൈസേഷനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് സാധനങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലവായ ക്യാരേജ് കോസ്റ്റ്, ദാറ്റ് ഈസ് ക്യാരേജ് ഔട്ട്വേർഡ്. ലൈക്ക്വൈസ് ഇവിടെ സെയിം മീനിങ്ങിൽ തന്നെയാണ് പറയുന്നത്. Inbound and outbound logistics. Inbound means when we are collecting materials from different suppliers, especially raw materials from different suppliers. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇൻബൗണ്ട് എന്ന് വിളിക്കാം. അതിന് വിളിക്കുന്ന പേരാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. റോ മെറ്റീരിയൽസ്, ഗുഡ്സ്, സർവീസുകൾ ഇതൊക്കെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് കളക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻബൗണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഔട്ട്ബൗണ്ട്. ഔട്ട്ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് പുറത്തേക്ക് എന്ത് ചെയ്യുക? കൊടുക്കുക. ദാറ്റ് ഈസ് ഔട്ട്ബൗണ്ട്. അപ്പം ഇങ്ങനെ രണ്ട് ആസ്പെക്റ്റുകൾ എന്തിനുണ്ട്? നമ്മുടെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിന് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് the objective of logistics management is to meet customer requirements at a profit. ആൻഡ് അത് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, ഡെഫിനിഷനിൽ കണ്ടതാണ്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കലാണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിക്കോട്ടെ, നമുക്ക് പ്രോഫിറ്റ് വേണ്ട എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ബിസിനസ്മാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അത് ഒരിക്കലും ബിസിനസ് എത്തിക്സിന് നിരക്കുന്നതല്ല. ബിസിനസ്സുകാരൻ എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്? ബിസിനസ്സിൽ പ്രോഫിറ്റാണ് പ്രധാനം. അതേസമയം കൺസ്യൂമേഴ്സിനെ ഡിസാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ളൊരു പ്രോഫിറ്റ്, എംപ്ലോയീസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള, എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രോഫിറ്റ്, അതല്ല നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസോടുകൂടി പ്രോഫിറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സുകളുടെ മാക്സിമം യൂട്ടിലൈസേഷൻ, അതിലൂടെ നമ്മൾക്കുണ്ടാകുന്ന പ്രോഫിറ്റും അത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഫോക്കസസ് ഓൺ കോസ്റ്റ് എഫക്റ്റീവ് ഫുൾഫിൽമെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഓർഡേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ ഓർഡറുകളെ എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് മീറ്റ് ചെയ്യാം. അവിടെ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒപ്റ്റിമം ലെവലിൽ കോസ്റ്റിനെ നിർത്തിക്കൊണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മൾ സ്റ്റോറേജ് കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്നൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസ്പോർട്ടേഷനൊക്കെ ഒരു നന്നായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. അല്ലാതെ വളരെ നല്ലത് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആവണമെന്നില്ല. നമുക്കറിയാം ഇപ്പോൾ എയർവേസ് എന്ന് പറയുന്നത് സ്പീഡി മെത്തേഡ്, അറ്റ് ദി സെയിം ടൈം വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണെന്നൊക്കെ നമുക്കറിയാം. ബട്ട് അറ്റ് ദി സെയിം ടൈം ചിലപ്പോൾ നമുക്കത് സ്യൂട്ടബിൾ ആവണമെന്നില്ല, അല്ലേ? ഇപ്പം നമ്മൾ ആർക്കാണോ അത് സപ്ലൈ ചെയ്യുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് അവിടെ വന്നിട്ട് കളക്ട് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരിക്കാം, അയാൾക്കുണ്ടായിരിക്കാം. ദെൻ ആ ഒരു മാർഗം നല്ലതാണ്, ഇറ്റ്സ് എ ബെസ്റ്റ് മെത്തേഡ്. ബട്ട് നമുക്കത് സ്യൂട്ടബിൾ ആവണം, നമുക്ക് ഫിനാൻഷ്യലി എക്കണോമിക്കലി അതെന്തായിരിക്കണം, വയബിൾ ആയിരിക്കണം. അപ്പോഴാണ് അതെന്താവുക, സ്യൂട്ടബിൾ ആവുക. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റോറേജും അങ്ങനെ ചെയ്യുമ്പോഴാണ് അതെന്താവുക, നമ്മൾ കോസ്റ്റ് എഫക്റ്റീവിനെ കുറിച്ചാണ് പറഞ്ഞത്. കോസ്റ്റ് എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്നത്, ഏറ്റവും ഒരു ഒപ്റ്റിമം കോസ്റ്റിൽ സംഭവങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലേ? അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തിൽ, ലോജിസ്റ്റിക്സ് ബിക്കോസ് this logistics cost is a part of our
പാർട്ട് ഓഫ് അവർ ടോട്ടൽ കോസ്റ്റ് അല്ലേ. കോസ്റ്റിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോസ്റ്റിങ്ങിൻ്റെ പ്രാഥമിക കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. rent for go down is a part of total cost അല്ലേ. amount paid for transportation is a part of calculating the total cost അല്ലേ. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിലൊക്കെയാണ് നമ്മൾ അതിനെന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ടോട്ടൽ കോസ്റ്റിനെ ബാധിക്കുന്ന സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിനെ വെറുതെ നിസ്സാരമായി തമാശയായിട്ട് തള്ളിക്കളയാൻ സാധിക്കുമോ? ആ പോട്ടെ, കുറച്ച് പൈസ അതിൽ മുടങ്ങിയോട്ടെ, സാരില്ല എന്ന് വിചാരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വെൽ പ്ലാൻ ചെയ്യണം എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്. ഈ ടോട്ടൽ കോസ്റ്റിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താ പ്രത്യേകത? ടോട്ടൽ കോസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാലോ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര മിനിമത്തിൽ ഇടാൻ പറ്റുമോ? മിനിമം എന്ന് വെച്ചാൽ അത് വല്ലാണ്ട് കുറയുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ഒരു ഒപ്റ്റിമം. മിനിമം എന്ന് പറയുന്നതിനേക്കാൾ എപ്പോഴും ഒപ്റ്റിമം എന്നുള്ള വാക്കാണ് പലപ്പോഴും നമ്മുടെ ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ, ഒപ്റ്റിമം പ്രൈസ്. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് എന്താ പറയുക, കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതൊരു പ്രധാനപ്പെട്ടൊരു ഫീച്ചറാണ് എന്തിൻ്റെ, ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ വാക്ക്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്? സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് എന്തെന്ന് പറയുന്നത്, ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇസ് എ ബ്രോഡർ കോൺസെപ്റ്റ് ആണ്. ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ടാണ്. അതുകൊണ്ടാണല്ലോ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുള്ളത്. അതിന് സപ്ലൈ ചെയിൻ എന്താണെന്നുള്ളത് വിശദമായിട്ട് നിങ്ങൾ പിന്നീട് എന്ത് ചെയ്തോളും, പഠിച്ചോളും. മനസ്സിലാക്കി വയ്ക്കുക, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാറുണ്ട്, തെറ്റി പറയാറുണ്ട്, ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പാർട്ടാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന്. അങ്ങനെയല്ല, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ പാർട്ടാണിത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. ഓക്കെ, സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. ഏകദേശം വളരെ സിമ്പിളായിട്ടുള്ള ഫീച്ചേഴ്സാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഫിസിക്കൽ ഫ്ലോ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ഇസ് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്, and consumer satisfaction is a main aim. Cost effectivity is should be considered, and goods, services and information should be flown in an effective manner, but at the same time we should have a proper planning, implementation and monitoring, controlling of all these things. ഇതൊക്കെയല്ലേ പറഞ്ഞുള്ളൂ. ഇതൊന്നും നമുക്കറിയാത്തതല്ല എങ്കിലും പോയിന്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആൻഡ് വി ഷുഡ് ഹാവ് എ ജസ്റ്റ് റീഡിങ് ഓഫ് ദിസ് പോയിന്റ് ആൻഡ് ജസ്റ്റ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദിസ് പോയിന്റ്. ഒരിക്കലും പോയിന്റുകൾ ബൈ ഹാർട്ട് പഠിക്കാതിരിക്കുക. ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് റിമെമ്പർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ അതിനെക്കുറിച്ചുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾ എഴുതുന്ന സമയത്ത് അതെന്ത് ചെയ്തോളും, നിങ്ങളുടെ മനസ്സിലേക്ക് അത് വന്നോളും. ഓക്കെ, സോ ദിസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ആൻഡ് we can see the significance of logistics management. Why this logistics management is that much important? എന്തുകൊണ്ട് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അല്ല, നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ അവിടെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ. Globalization is a challenge to this logistics management. ശരിക്കും പറഞ്ഞാൽ ഒരു ചലഞ്ചാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ അല്ലേ. ഗ്ലോബലൈസേഷൻ എന്താണ് നിങ്ങൾക്കറിയാം. ഇൻ്റർനാഷണൽ ബിസിനസ്സാണ്, ബിസിനസ് ബിറ്റ്വീൻ 2 or more countries. ദാറ്റ് ഇസ് ഗ്ലോബലൈസേഷൻ്റെ എസെൻസ് എന്ന് പറയുന്നത്.
തീർച്ചയായിട്ടും അങ്ങനെ ബിസിനസ് നടക്കുന്ന സമയത്ത് all the goods, services and all things and all informations should be it should be capable of for a smooth and effective flow. So that's the importance of logistics management in globalization. ഇപ്പോൾ ഗ്ലോബലൈസേഷന് തീർച്ചയായിട്ടും ലോജിസ്റ്റിക്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മാത്രമല്ല ഒരു എക്സ്ട്രാ കെയർ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും എടുക്കണം. ഇപ്പോൾ ഒരു ലോക്കൽ സപ്ലൈ പോലെയല്ല ഗ്ലോബൽ സപ്ലൈ എന്ന് പറയുന്നത്. അത് തീർത്തും വളരെയധികം കുറച്ചും കൂടി സ്പീഡിയറായിട്ടും വളരെയധികം പ്ലാനിങ്ങോട് കൂടിയിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ കോമ്പറ്റീഷൻ ഈസ് ഓൾവേസ് ദർ ഇൻ ഗ്ലോബലൈസേഷൻ. സോ ആ ഒരു കോമ്പറ്റീഷനെയൊക്കെ ഓവർകം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്താവശ്യമുണ്ട്? ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ എഫക്റ്റീവായിട്ടുള്ള ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ആവശ്യം ഉണ്ട്. ഓക്കെ, ആൻഡ് അറ്റ് ദി സെയിം ടൈം ദ കോസ്റ്റ് റിഡക്ഷൻ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്, ആൻഡ് ദിസ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് വിൽ ഹെൽപ്പ് us in the reduction of cost reduction. നമ്മൾ നേരത്തെ പറഞ്ഞു കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ നമ്മൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? അപ്പോൾ ആ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിനെയൊക്കെ നമ്മൾ ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്തുദ്ദേശത്തോട് കൂടിയിട്ടാണ്? മാക്സിമം കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. സോ റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒപ്റ്റിമം ലെവൽ ഓഫ് കോസ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ അതും ഒരു പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻസ് ആണ്. ആൻഡ് അതുപോലെ തന്നെ നമുക്കറിയാം, പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് ആ ഒരു ചില സമയങ്ങളിലെങ്കിലും വളരെ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസ് റൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടു അല്ലേ, ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്തത് മിലിറ്ററി ഫീൽഡിലാണ്, അല്ലേ? മിലിറ്ററി ഫീൽഡിൽ എമർജൻസീസ് ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് ആവശ്യത്തിന് സംഭവങ്ങൾ അല്ലെങ്കിൽ ആവശ്യത്തിന് അവരുടെ ഫെസിലിറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡിക്വേറ്റ്ലി അത് സപ്ലൈ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം, അല്ലേ? ഇപ്പോൾ ഒരു ബോംബെയിലുള്ളൊരു വ്യക്തിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അതിനുള്ള മരുന്ന് ചിലപ്പോൾ തൃശ്ശൂരായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. പ്രത്യേകിച്ച് ആയുർവേദിക് പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ തൃശ്ശൂരുള്ള മരുന്ന് ബോംബെയിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് ആണ്, അല്ല? ആ ഒരു ഫാർ അവേ പ്ലേസസിനെ ഏറ്റവും നിയർ ബൈ പ്ലേസ് ആക്കുന്ന ഒരു വലിയൊരു ആക്ടിവിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അകലങ്ങളിലുള്ളതിനെ സമീപസ്ഥമാക്കുന്ന ഒരു ആക്ടിവിറ്റി. സോ അതിനതിൻ്റേതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതിനതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. സോ അതിൻ്റേതായിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് അതിനെ നോക്കി കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, ഇവിടെ പറയാനായിട്ട് സാധിക്കുക. സോ this logistics management is a very important task and very essential to the organization, and there are some important points which justifies the significance and which justifies the importance of logistics management, and that we can study in the next class, and now we can conclude this class. Okay, thank you.